ഫ്രാൻസിൽ നമുക്കൊരു പാർട്ട് ടൈമിലേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്ന ടോപ്പ് പാർട്ട് ടൈം ജോബ്സ് ഏതൊക്കെയാണ്? മോസ്റ്റ്ലി F&Bയിൽ തന്നെയാണ്. ഈ മാക്ഡൊണാൾഡ്സ്, ഡൊമിനോസ് പോലുള്ള സ്ഥലത്തൊക്കെ കുറേ ഫൈവ് ഗൈസ് അങ്ങനത്തെ ഉള്ള ബ്രാൻഡ്സിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ മലയാളീസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്. ഇപ്പം മാക്ഡൊണാൾഡ്സ്, ഡൊമിനോസ്, KFC ഞാൻ കേട്ടിട്ടില്ല. ഫൈവ് ഗൈസ് ഈ ബ്രാൻഡൊക്കെ നിങ്ങൾ പോകുന്ന കുട്ടികൾ അവിടെയൊക്കെ പോയി എല്ലാ പറ്റുന്ന എല്ലായിടത്തും പോയി റെസ്യൂമേ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം കോൾസ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. റീസെൻ്റ്ലി ഇപ്പം നമ്മൾ ബീങ് അബ്രോഡിൽ നമ്മളൊരു പുതിയൊരു കോഴ്സ് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? നമുക്കൊരു റെസ്യൂമേ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ജോബ് സെർച്ച് സ്ട്രാറ്റജീസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാക്ഡൊണാൾഡ്സ്, KFC ഇങ്ങനെയുള്ള എല്ലാ സെക്ടേഴ്സിലെയും റീറ്റെയിൽ സെക്ടർ ഓരോരുത്തരും ജോബ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം നമ്മളൊരു പ്രോഗ്രാം പോലെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓൾറെഡി അബ്രോഡ് ഉള്ളവരാണ് നമ്മൾ അതിൻ്റെ ക്ലാസ്സസ് കാര്യങ്ങൾ എടുത്ത് കൊടുക്കുന്നത്. സോ വാട്ട് വി ആർ ഹെൽപ്പിംഗ് ഈസ് ദാറ്റ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട് പക്ഷേ ആൾക്ക് അറിയത്തില്ല, അവരെന്ത് ചെയ്യുന്നത് ഓൾറെഡി നിങ്ങളെപ്പോലുള്ളവരോടൊന്ന് ചോദിക്കും എന്ത് ചെയ്യണം. സോ അത് ഈസി ആക്കി കൊടുക്കാനായിട്ട് വി ആർ ക്രിയേറ്റഡ് എ മൊഡ്യൂൾസ് വിച്ച് ഹെൽപ് ദം ലൈക്ക് ദാറ്റ്. അത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. ബിക്കോസ് അതാണ് ഏറ്റവും ആദ്യം വേണ്ടുന്നത്. നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി അത് ഹെൽപ്ഫുൾ ആകും. പിന്നെ ആ ലാംഗ്വേജും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ അവർക്കത് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഈ ലാംഗ്വേജിൻ്റെ മെയിൻ ഒരു കാര്യം പറയുന്നത്, ഇനി എത്രയൊക്കെ ഗവൺമെൻറ് ഫ്രണ്ട്ലി ആണ് എന്ന് പറഞ്ഞാലും അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ദേ ആർ വെരി സ്ട്രിക്റ്റ്. അവർക്ക് അവരുടെ ലാംഗ്വേജിനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, നമ്മളൊരു ബാങ്കിൽ പോയാൽ പോലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ കുറവാണ്. സോ ഈ ഫ്രാൻസ് ഓൾറെഡി പറഞ്ഞല്ലോ എക്സ്പെൻസീവ് ആണ് എന്നുള്ളത്. പക്ഷേ ഇത് ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് പാർട്ട് ടൈം കിട്ടുവാണെങ്കിൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ? എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു മാക്സിമം 20 hours ആണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് പാർട്ട് ടൈം ആയിട്ട്. അപ്പം ആ പാർട്ട് ടൈമിന് ചെയ്യുവാണെങ്കിൽ €11 or €12 ആണ് ബേസിക് പേ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത് ഒരു €800 to €850 ആയിരിക്കും. ഈ €800 to €850 അവർക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഏജൻസീസ് പറയുന്ന പോലെ ലക്ഷങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു എമൗണ്ട് ലോൺ അടയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കാനായിട്ടോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ റിയാലിറ്റി പറയുവാണെങ്കിൽ കുറേ സ്റ്റുഡൻസ് ഇതേപോലെ ഏജൻസീസിലെ സ്കാമിൽ പെട്ട് വന്നിട്ട് അവർ പഠിത്തം നിർത്തിയിട്ട് ഫുൾ ടൈം ആയിട്ട് ഈ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബിക്കോസ് അവർക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട്. സോ ഈ ഇങ്ങനെ പറഞ്ഞല്ലോ കുറേ കുട്ടികൾ ഏജൻസീസ് പറഞ്ഞ് പറ്റിച്ചിട്ട് അവിടെ വന്നിട്ട് പെട്ട് പോകുന്നുണ്ടെന്ന്. സോ അവരുടെയൊക്കെ ഒരു എൻഡ് റിസൾട്ട് എന്താണ് വരുന്നത്? നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വരുമോ? അതോ നാട്ടിലേക്ക് തിരിച്ച്, ബിക്കോസ് അവിടെ ഇപ്പം അവർക്ക് നമുക്ക് എപ്പോഴും ഇപ്പം സ്റ്റേ ബാക്ക് വിസ എന്ന് പറയുന്നത് നമുക്ക് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാലേ സ്റ്റേ ബാക്ക് കിട്ടത്തുള്ളൂ. ഈ സ്റ്റേ ബാക്ക് നമുക്ക് വർക്ക് പെർമിറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ കുട്ടികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ സ്റ്റുഡൻറ്റ് വിസ ഒക്കെ, അത് ശരിക്കും ഇതെനിക്കിവിടെ പറയാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. സോ കുറച്ച് അത് സ്റ്റുഡൻറ്റ് വിസ അവർ നിർത്തിയിട്ട് പിന്നെയും വീണ്ടും അഡ്മിഷൻ എടുക്കും. സോ സ്റ്റുഡൻറ്റ് വിസയിൽ തന്നെ അവർ നിന്നിങ്ങനെ പാർട്ട് ടൈം ജോലി ചെയ്ത് മുന്നോട്ട് പോകുവാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് പ്രൊഫഷണലി ഒരു ഗ്രോത്തും കരിയർ ഗ്രോത്ത് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അവരിങ്ങനെ പാർട്ട് ടൈം ഒക്കെ ചെയ്ത് റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ വർക്ക് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്.